എല്ലാ സജ്ജനങ്ങൾക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്ന് നമ്മൾ പറയാനുള്ളത് പോലെ ഇന്ന് നമ്മൾ പറയുന്ന പ്രസവരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നാൽപ്പാമരം. അതാണ് അത്തി, ഇത്തി, പേരാല്, അരയാല്. ഈ നാലെണ്ണം കൂടെ കൂടുന്നതാണ് നാൽപ്പാമരം. അതിൻ്റെ തൊലി എടുത്താണ് നമ്മൾ ഈ സ്ത്രീകളുടെ പ്രസവാനന്തരമായിട്ടുള്ള പ്രസവരക്ഷയ്ക്ക് ഇടുന്ന വേദിന് വെള്ളം വേദിന് ഇടുന്ന മരുന്നുകളാണ് ഇപ്പം നാല്. അതിലൂടെ വേറെ ഒത്തിരി പുറത്തിരുന്നുകൊണ്ട് നാട്ടുകാർ ചെയ്യാറുണ്ട്. എന്നാലും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ നാൽപ്പാമരം. അത് അത്തി, ഇത്തി, പേരാൽ, അരയാൽ. അതിൽപ്പെട്ടതാണ് ഒന്നിത്. ഇത് അത്തി എന്ന് പറയുന്നത്. അത്തി, ഇതാണ് അത്തിമരം. ആ അത്തിമരത്തിൻ്റെ ഇതിൻ്റെ തൊലിയും ഇത്തിയുടെ തൊലിയും പേരാലിൻ്റെ തൊലിയും അരയാലിൻ്റെ തൊലിയും ഇങ്ങനെ 4 തൊലി ചേരുമ്പോൾ നമ്മൾ നാൽപ്പാമരമാണ്. എന്തിനാണ് ഈ പ്രസവരക്ഷയ്ക്ക് നമ്മൾ ഈ നാൽപ്പാമര വെള്ളം ചേർത്ത് നമ്മൾ കുളിപ്പിക്കുന്നത്? അതായത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവ സംബന്ധമായ യൂണിക്കുണ്ടാകുന്ന മുറിവുകളും ഉള്ളിലുണ്ടാകുന്ന രോഗാണുക്കൾ, അതായത് നമ്മുടെ ഡെറ്റോളിനെക്കാട്ടി 10 മടങ്ങ് ഗുണമുള്ള ഒരു വെള്ളമാണ് ഈ പറഞ്ഞ നാൽപ്പാമര നിലപ്പിച്ചിരിക്കുന്ന വെള്ളം. അതുകൊണ്ടുള്ള കുളി കൊണ്ട്, അതുകൊണ്ടുള്ള സ്നാനം, ആ സ്നാനം കൊണ്ട് നമ്മുടെ ഈ പ്രസവരക്ഷ മൂലം ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ശാരീരിക വേദനകൾക്കും നല്ല ഫലമുണ്ടാകുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേദ് ഇട്ട് കുളിപ്പിക്കുന്നത്. അങ്ങനെ വേദിട്ട് കുളിപ്പിക്കുന്നത് പിന്നെ ഭാരതത്തിൻ്റെ തന്നെ ഒരു തനിമ അതാണ്. നമുക്കത് കൂടുതലും കേരളീയർക്കാണ് അത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായിട്ടുണ്ടാക്കി കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതില്ലാതെ ഇപ്പം പുതിയ രീതിയിൽ ആൾക്കാർ ഈ വേദ് കുളി അല്ലെങ്കിൽ വേദിനാൻ ഉള്ള ഈ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ തൊലികളാണ് ഉപയോഗിക്കുക. ഈ തൊലികളെടുത്ത് വേദിട്ട് കുളിപ്പിക്കുന്ന ശീലം ഇന്ന് പൊതുവെ എല്ലായിടത്തും കുറഞ്ഞു വരികയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അലോപ്പതിയുടെ അതിപ്രസരമാണ് ഇതിനൊരു കാരണം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ എല്ലാവരും മിക്കവാറും ഹോസ്പിറ്റലിൽ പോയി സിസേറിയനാണ് നടക്കുന്നത്. അത് കാരണം ഈ കുളി തന്നെ ലുബ്ധിച്ച് വരികയാണ്. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃത്യമായിട്ടും ഇത് നമുക്ക് ഒരു രോഗമില്ലെങ്കിൽ പോലും എപ്പോഴും കുളിക്കാൻ നിൽക്കുന്നതും ശരീരത്തിനെ പ്രതിരോധശേഷി ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കാൻ ഈ നാൽപ്പാമരാതി തൊലിക്ക് കഴിയുന്നതാണ്. അല്ലെ ഇലയായാലും മതി, ഇലയും കിട്ടുന്നുള്ള ഇല കൊണ്ടായാലും ചെയ്യാം. അങ്ങനെ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഈ ത്രിഫലാദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ഇതിൻ്റെ ഇലകളോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഫലങ്ങളോ മേടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നമ്മുടെ ജനത്തിന് നല്ല ഗുണങ്ങളും ശ്രേഷ്ഠതയും ഉണ്ടാകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.